അപ്പോൾ എല്ലാവരും 144 പേജ് ബയോളജിയുടെ 6ാമത്തെ ചാപ്റ്ററിൽ എടുക്കുക. ഇവിടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫൈല ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം അനിമാലിയ എന്നുള്ള പാഠഭാഗത്ത് നിന്നാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു ഓൾറെഡി കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫൈലങ്ങളെക്കുറിച്ചുള്ള ഭാഗമാണ്. ഇതിനെ 3 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ചിത്രീകരണം അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ. 6.3 എ ബി സി എന്നുള്ളതാണ്. എ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഇല്ലുസ്ട്രേഷൻ 6.3 ബി ആണ് നമ്മളിവിടെ കാണുവാനായിട്ട് പോകുന്നത് ഓൺ പേജ് നമ്പർ 144. ഓക്കെ, എല്ലാവരും ആ പാഠഭാഗം എടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ആദ്യമായിട്ട് അവിടെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കുവാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മളിവിടെ കാണുന്നത് ആദ്യമായിട്ട് കാണപ്പെടുന്നത് അനലിഡ എന്ന് പറയുന്ന ഒരു ജീവജാലത്തെക്കുറിച്ചാണ്. ഓക്കെ, ഇവിടെ ഈ അനലിഡയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. സെഗ്മെൻറ്റഡ് ബോഡി ഓർഗാനിസം. ഈ അനലിഡ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? സെഗ്മെൻറ്റഡ്, അതായത് ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികളെയാണ്. അതായത് ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എർത്ത് വേം അല്ലെങ്കിൽ മണ്ണിര, അതുപോലെ തന്നെ ലീച്ച് അഥവാ കുളയട്ട എന്ന് പറയുന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനലിഡ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഈ അനലിഡയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അനലിഡസ് ആർ സെഗ്മെൻറ്റഡ് ബോഡി ഓർഗാനിസംസ്. അതായത് പല പല ഭാഗങ്ങൾ, ഇങ്ങനെ ഒരുപോലെയുള്ള പല പല ഭാഗങ്ങൾ ചേർന്നിരിക്കുന്ന ഭാഗമായിട്ടാണ് അതിനെ നമ്മൾ കാണപ്പെടുന്നത്. സെഗ്മെൻറ്റേഷൻ ഇൻ ബയോളജി ഈസ് ദ ഡിവിഷൻ ഓഫ് സം അനിമൽസ് ആൻഡ് പ്ലാന്റ് ബോഡി പ്ലാന്റ്സ് ഇൻ ടു ലീനിയർ സീരീസ് ഓഫ് റിപ്പിറ്റേറ്റീവ് സെഗ്മെൻറ്റ്സ്. അതായത് തുടർച്ചയായി ഒരേ രീതിയിലുള്ള ശരീരഭാഗങ്ങൾ കൊണ്ട് ഈ ജീവികൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ പഠിച്ചിരിക്കുന്ന അനലിഡ എന്ന് പറയുന്ന ജീവരാജ്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ളത് നമ്മൾക്ക് ചുറ്റുമുള്ള എന്താണ്? ലീച്ച് അല്ലെങ്കിൽ കുളയട്ടയും അതുപോലെ തന്നെ എർത്തുവവും അല്ലെങ്കിൽ മണ്ണിരയുമാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ആർത്രോപോഡ എന്ന് പറയുന്ന ഒരു ജീവജാലമാണ്. ആർത്രോപോഡ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർഗാനിസം വിത്ത് ജോയിൻഡ് ലെഗ്സ് ആൻഡ് എക്സോസ്കെൽറ്റൻ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർത്രോപോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവജാലങ്ങൾ വിത്ത് ജോയിൻഡ് ലെഗ്, അതായത് ഈ കാലിൻ്റെ അവസാന ഭാഗത്ത് ഈ ഇറുക്കുകാല് പോലെ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ലെഗ് ഈ പല ഭാഗങ്ങളായിട്ടുള്ള ഈ കാലിൻ്റെ അവിടം പല ഭാഗങ്ങൾ കൂടിച്ചേർന്ന് വന്നിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നവയാണ് കാണപ്പെടുന്നത്. ഓർഗാനിസം വിത്ത് ജോയിൻഡ് ലെഗ് ആൻഡ് എക്സോസ്കെൽറ്റൻ. പിന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ്? ഈ ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന കാലുകൾ ഉണ്ടാകുന്നു. ജോയിൻഡ് ലെഗ്, അതായത് ഈ കാല് എന്ന് പറയുന്നത് ഒത്തിരി ചെറിയ ചെറിയ ഭാഗങ്ങൾ കൂടിച്ചേർന്നുണ്ടായിരിക്കുന്നതായിരിക്കും ജോയിൻഡ് ലെഗ്. അതുപോലെ തന്നെ ബാഹ്യ അസ്ഥികൂടം ഉള്ള ജീവികളെയുമാണ്. അതായത് 2 തരത്തിലുള്ള ജീവികളെയാണ് ആർത്രോപോഡ എന്ന് പറയുന്നത്. ഒന്ന് ജോയിൻഡ് ലെഗ് ഉള്ളവയെയും രണ്ടാമതായിട്ട് എന്താണ്? ബാഹ്യ അസ്ഥികൂടമുള്ളവയെയും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ബാഹ്യ അസ്ഥികൂടമുള്ള ജീവജാലങ്ങളെ എക്സോസ്കെൽറ്റൻ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മുൻപുള്ള പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ജീവജാലങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് പ്രോൺസ്. അതായത് പ്രോൺസുകളും കോക്രോച്ചും ക്രാബും. ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പ്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൊഞ്ച് എന്ന് പറയുന്നു. അതുപോലെ തന്നെ കോക്രോച്ച് എന്ന് വെച്ചാൽ എന്താണ്? പാറ്റ. ക്രാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഞണ്ട്. ഇവയെല്ലാം ഇത്തരത്തിലുള്ള ഏതാണ്? ആർത്രോപോഡയ്ക്ക് ഉദാഹരണങ്ങളാണ്. ആർത്രോപോഡയുടെ പ്രത്യേകത എന്താണ്? പല ഭാഗങ്ങൾ ചേർന്നാണ് അവയുടെ ലെഗ് രൂപപ്പെട്ടിരിക്കുന്നത്. ഡിഫറെൻറ്റ് പാർട്സ് ജോയിൻറ്റ് ടുഗെദർ ടു ഫോം ദെയർ ലെഗ്സ് ആൻഡ് ദേ ഹാവ് എക്സോസ്കെൽറ്റൻ, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള അസ്ഥികൂടവും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്ന ജീവജാലം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന
ജീവജാലത്തിൻ്റെ പേരാണ് മൊളസ്ക എന്ന് പറയുന്നത്. എന്താണ് മൊളസ്കയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊളസ്ക എങ്ങനെയുള്ളതാണ്? സോഫ്റ്റ് ബോഡി ഇൻ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ്, എ ഷെൽ മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കവേഴ്സ് ദ ബോഡി. അതായത് ഈ മൊളസ്കയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവയുടെ ശരീരം മൃദു ശരീരമായിരിക്കും. തൊടുമ്പോൾ വളരെ കട്ടി കുറഞ്ഞ് വളരെ മൃദുലമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ ശരീരത്തെ പൊതിഞ്ഞ് ഈ ഭൂരിഭാഗം ആയിട്ടുള്ള ഇത്തരം ജീവജാലങ്ങൾക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണ്? അവയുടെ ശരീരത്തെ പൊതിഞ്ഞ് കാൽസ്യം കാർബണേറ്റ് കൊണ്ട് ഒരു കവചം ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ദേ വിൽ ഹാവ് എ ഷെൽ കവറിങ് വിത്ത് കാൽസ്യം കാർബണേറ്റ്. അത് ആ കാൽസ്യം കാർബണേറ്റ് കൊണ്ട് അവയുടെ ശരീരത്തെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവയ്ക്ക് ഉദാഹരണമായിട്ട് മൊളസ്കയ്ക്ക് ഉദാഹരണമായിട്ടുള്ളത് ഏതെല്ലാമാണ്? സ്നെയിൽ, ഒക്ടിപ്പസ്, ക്ലാം എന്ന് പറയുന്ന ജീവജാലങ്ങളാണ്. എന്തൊക്കെയാണ്? സ്നെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒച്ച്. ഒക്ടിപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? നീരാളി. ക്ലാംസ് എന്ന് വെച്ചാൽ എന്താണ്? കക്ക. ചില സ്ഥലത്ത് നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ പേരുകൾ അല്ലെങ്കിൽ ഞവണിക്ക എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ ജീവജാലങ്ങൾ മൊളസ്കസിന് വളരെ ഉത്തമമായ ഉദാഹരണമാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന ജീവജാലം ഏതാണെന്ന് ചോദിച്ചാൽ എക്കിനോഡെർമേറ്റ എന്ന് പറയുന്ന ജീവജാലത്തെക്കുറിച്ച് ഏതാണ്? അതിൻ്റെ പേരെന്താണ്? എക്കിനോഡെർമേറ്റ എന്ന് പറയുന്ന ജീവജാലമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? മരിയർ ഓർഗാനിസം വിത്ത് സ്പിന്നി ബോഡി. ഈ ജീവജാലത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സമുദ്രത്തിലുണ്ടാകുന്ന ജീവികളാണ്. സമുദ്രത്തിലുണ്ടാകുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് മരിയൻ ഓർഗാനിസം എന്ന് പറയുന്നത്. അവയുടെ പ്രത്യേകത എന്താണ്? സ്പിന്നി ബോഡി എന്നാണ്. അവയുടെ ശരീരം എങ്ങനെയാണ്? സ്പിന്നി അല്ലെങ്കിൽ മുള്ളുകളുള്ള ശരീരത്തോടു കൂടിയ സമുദ്രജീവികളെയാണ് എന്ത് വിളിക്കുന്നത്? എക്കിനോഡെർമേറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം മുള്ളുകളോട് കൂടിയ ശരീരത്തോടു കൂടിയ ജീവജാലങ്ങളെ എന്ത് വിളിക്കുന്നു? എക്കിനോഡെർമേറ്റ എന്ന് പറയുന്നു. അത് സമുദ്രജീവികളാണ്. അവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഉദാഹരണം സീ ഉറച്ചിൻ, അതുപോലെ തന്നെ സ്റ്റാർ ഫിഷ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കടൽ ചേന എന്ന് പറയുന്നതും നക്ഷത്ര മത്സ്യവും എല്ലാം എന്തിനുള്ള ഉദാഹരണമാണ്? എക്കിനോഡെർമേറ്റ എന്ന് പറയുന്ന ജീവജാലത്തിനുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഇലിസ്ട്രേഷൻ 6.3 നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് ബി ആയിട്ടുള്ള ഭാഗം, അതായത് ഇലിസ്ട്രേഷൻ 6.3 ബി ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് എന്ന് പറയുന്ന പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇലിസ്ട്രേഷൻ 6.3 സിയിലേക്കാണ് പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് എന്നുള്ള പാഠഭാഗം അത് 145ാമത്തെ പാഠഭാഗത്തേക്കാണ്. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. 145ാമത്തെ ഭാഗമാണ്. അവിടെ തന്നിരിക്കുന്ന ജീവജാലത്തിൻ്റെ പേര് ഏതാണ് എന്ന് ചോദിച്ചാൽ കോർഡേറ്റ എന്നുള്ള ഒരു ജീവജാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, കോർഡേറ്റയുടെ പ്രത്യേകത എന്താണ്? ഓർഗാനിസം വിത്ത് റോഡ് ഷേപ്ഡ് നോട്ടോകോർഡ് ഓർ വെർട്ടിബ്രൽ കോളം. ഈ ജീവജാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗാനിസം വിത്ത് റോഡ് ഷേപ്ഡ്, അതായത് ദണ്ഡാകൃതിയിലുള്ള നോർട്ടോകോഡ് ഉള്ളവയോ നട്ടലുള്ളവയോ ആയ ജീവജാലങ്ങളെയാണ് എന്ന് വിളിക്കുന്നത്? കോർഡേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് കോർഡേറ്റ ക്രീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ കോർഡേറ്റ ക്രീച്ചേഴ്സിന് എന്താണ് കാണുന്നത്? ഓർഗാനിസംസ് വിത്ത് റോഡ് ഷേപ്ഡ് നോർട്ടോകോഡ് ഓർ വെർട്ടിബ്രൽ കോളം, അതായത് നട്ടലോട് ഉള്ളവയോ അതുപോലെ തന്നെ നോർട്ടോകോഡ് ഉള്ളവയോ ആയ ജീവജാലങ്ങളെയാണ് എന്ന് വിളിക്കുന്നത്? കോർഡേറ്റ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരിക്കാം. എന്താണ് ഈ നോട്ടോകോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? നോട്ടോകോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നോട്ടോകോഡ് ഈസ് എ റോഡ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. അതായത് ഈ നോട്ടോകോഡ് എന്ന് പറയുന്നത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഭാഗം
ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, അത് വളർച്ചയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അത് കാണപ്പെടുന്നു. ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് അനിമൽ ഇൻ ദ ഫൈലം കോർട്ര, അതായത് പോലെ തന്നെ അത് എന്ത് ചെയ്യുന്നു, അവയുടെ ജീവജാലത്തിൻ്റെ ജീവിതകാലം മുഴുവനും അത് ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു വെർട്ടിബ്രലിൻ്റെ സ്ഥലത്ത് കാണപ്പെടുന്ന ഒരു നീണ്ട എല്ല് പോലെയുള്ള പദാർത്ഥത്തെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ നോട്രാകോഡ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി, വിച്ച് ആർ ദ അനിമൽസ് എക്സാമ്പിൾ ഫോർ, എന്തിനുമുള്ള എക്സാമ്പിളാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, കോർഡേറ്റയ്ക്കുള്ള എക്സാമ്പിൾസ്. വിച്ച് ആർ ദ എക്സാമ്പിൾസ് ഫോർ കോർഡേറ്റ അല്ലെ ഓർ ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ഇൻ കോർഡേറ്റ എന്ന ഗ്രൂപ്പ്. അവയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന അനിമൽസ് ഏതൊക്കെയാണ്? ഉദാഹരണമായിട്ട് നമുക്ക് മനുഷ്യനെ പറയാം, ഫിഷിനെ പറയാം, ഫ്രോഗിനെ പറയാം, ലിസാർഡ്സിനെ പറയാം. അപ്പം മനുഷ്യനുണ്ടായിരിക്കാം, മത്സ്യങ്ങളുണ്ടായിരിക്കാം, തവള ഉണ്ടായിരിക്കാം, ലിസാർഡ് ഉണ്ടായിരിക്കാം, പക്ഷികളുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ജീവജാലങ്ങളെല്ലാം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? കോർഡേറ്റ എന്നുള്ള ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെന്ന്. ഇനി ഇലിസ്ട്രേഷൻ 6.3 A, B, C എന്നീ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം.